ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു teachenglish.com. ഇന്നത്തെ വീഡിയോയില് 9th ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ എ ഷീൽഡ് ഓഫ് കറേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എന്നിവയാണ് നൽകുന്നത്. മുഴുവൻ ആക്ടിവിറ്റികളുടെയും ഉത്തരങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിലുപയോഗിച്ചിരിക്കുന്ന വോയിസ് AI ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും വാട്സപ്പ് ചാനലിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് അവ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ആദ്യം നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. While we read. Question A. What is the significance of the Ashoka Chakra? അശോകചക്രയുടെ പ്രാധാന്യമെന്താണ്? Answer. The Ashoka Chakra is India's highest peacetime gallantry award. It is given for bravery and courage. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സമാധാനകാല ധീരതാ പുരസ്കാരമാണ് അശോകചക്ര. ഇത് ധീരതയ്ക്കും സ്ഥൈര്യത്തിനുമാണ് നൽകപ്പെടുന്നത്. Question B. What information do you get about Nirja's early life? നീർജയുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് വിവരമാണ് ലഭിക്കുന്നത്? Answer. Nirja was born on 7th September 1963 in Chandigarh, India. She grew up in a loving and supportive family. She started her career as a model and then became a flight attendant. 1963 സെപ്റ്റംബർ 7 ഇന്ത്യയിലെ ചണ്ഡീഗഡിലാണ് നീർജ ജനിച്ചത്. സ്നേഹവും പിന്തുണയും ലഭിച്ച ഒരു കുടുംബത്തിലാണവൾ വളർന്നത്. മോഡലായി കരിയർ ആരംഭിച്ച അവർ പിന്നീട് ഫ്ലൈറ്റ് അറ്റൻഡന്റായി. Question C. What qualities of Nirja helped her build a reputation in the airline industry? Do you think such qualities are necessary to scale the heights of success? Why? എയർലൈൻസിൽ പ്രശസ്തിയാർജിക്കാൻ നീർജയുടെ എന്ത് ഗുണങ്ങളാണ് അവളെ സഹായിച്ചത്? ഉന്നത ജയത്തിന് അത്തരം ഗുണങ്ങളാവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? Answer. Nirja was elegant, dedicated, confident, and poised. Yes, these qualities are necessary for success because they help in professional growth and building a good reputation. നീർജ സുന്ദരിയും അർപ്പണബോധമുള്ളവളും ആത്മവിശ്വാസമുള്ളവളും പക്വതയുള്ളവളുമായിരുന്നു. അതെ, ഈ ഗുണങ്ങൾ വിജയത്തിന് ആവശ്യമാണ്, കാരണം അവ തൊഴിൽപരമായ വളർച്ചയ്ക്കും നല്ല പ്രശസ്തിയാർജിക്കുന്നതിനും സഹായകരമാണ്. Question D. What were the demands of the hijackers? വിമാനം ഹൈജാക്ക് ചെയ്തവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു? Answer. The hijackers demanded the release of certain prisoners. They threatened to kill the passengers if their demands were not met. ചില തടവുകാരെ മോചിപ്പിക്കണമെന്ന് ഹൈജാക്ക് ചെയ്തവർ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യാത്രക്കാരെ കൊല്ലുമെന്നവർ ഭീഷണിപ്പെടുത്തി. Question E. How did Nirja Bhanot prevent the hijackers from identifying American passengers? അമേരിക്കൻ യാത്രക്കാരെ തിരിച്ചറിയുന്നതിൽ നിന്ന് ഹൈജാക്കർമാരെ നീർജ ഭാനോട്ട് എങ്ങനെ തടഞ്ഞു? Answer. Nirja hid the passports of American passengers. This stopped the hijackers from finding them. അമേരിക്കൻ യാത്രക്കാരുടെ പാസ്പോർട്ട് നീർജ ഒളിപ്പിച്ചുവച്ചു. ഇത് ഹൈജാക്കർമാർക്ക് അവരെ കണ്ടെത്തുന്നതിന് നിന്ന് തടസ്സമുണ്ടാക്കി. Question F. Why did the hijackers open fire on the passengers? എന്തിനാണ് ഹൈജാക്കർമാർ യാത്രക്കാർക്ക് നേരെ വെടിയുതിർത്തത്? Answer. The hijackers' demands were not met during the 17-hour standoff. The chaos during the evacuation increased their aggression. The hijackers became frustrated and shot at the passengers. 17 മണിക്കൂർ നീണ്ട സംഘർഷത്തിൽ ഹൈജാക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല. ഒഴിപ്പിക്കലിനെയുണ്ടായ പ്രശ്നങ്ങൾ അവരുടെ ആക്രമണോത്സുകത വർദ്ധിപ്പിച്ചു. ഹൈജാക്കർമാർ നിരാശരാകുകയും യാത്രക്കാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. Question G. How does Nirja's family keep the memory of her sacrifice alive? നീർജയുടെ കുടുംബം എങ്ങനെയാണ് അവളുടെ ത്യാഗത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നത്? Answer.
Nirja's family set up the Nirja Bhanot Pan Am Trust. The trust recognizes women who fight social injustice and airline crew who show courage. നീർജയുടെ കുടുംബം നീർജ ഭാനോട്ട് പാൻ ആം ട്രസ്റ്റ് സ്ഥാപിക്കുകയും സാമൂഹിക അനീതിക്കെതിരെ പോരാടുന്ന സ്ത്രീകളെയും ധൈര്യം കാണിക്കുന്ന എയർലൈൻ ജീവനക്കാരെയും അംഗീകാരം നൽകുകയും ചെയ്യുന്നു. Let's rewind. Question 1. What is the significance of Nirja Bhanot's sacrifice? നീരജ ഭാനോട്ടിന്റെ ത്യാഗത്തിന്റെ പ്രാധാന്യം എന്താണ്? Answer. Nirja saved many lives during the hijacking of Pan Am Flight 73. She showed bravery and quick thinking. She protected passengers and children, preventing further loss of life. ഹൈജാക്കർമാർ പാൻ ആം ഫ്ലൈറ്റ് 73 റാഞ്ചുന്നതിനിടെ നീരജ നിരവധി ജീവൻ രക്ഷിച്ചു. അവൾ ധൈര്യവും ചിന്താവേഗതയും കാണിച്ചു. കൂടുതൽ പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നതൊഴിവാക്കാനായി സധീരം അവൾ യാത്രക്കാരെയും കുട്ടികളെയും പുറത്തിറങ്ങാൻ സഹായിച്ചു. Question 2. How did the world honor Nirja? നീരജയെ ലോകം ആദരിച്ചതെങ്ങനെ? Answer. Nirja was awarded the Ashoka Chakra, India's highest peacetime gallantry award. The United States Congress and the Flight Safety Foundation also honored her. Pakistan awarded her the Tanghai Pakistan. Her family created the Nirja Bhanot Pan Am Trust to honor brave women and airline crew. സമാധാനകാലത്തെ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ അശോക ചക്രയാണ് നീരജയ്ക്ക് ലഭിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസും ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷനും അവരെ ആദരിച്ചു. പാകിസ്ഥാൻ അവർക്ക് തങ്കായ് പാകിസ്ഥാൻ അവാർഡ് നൽകി. നീർജയുടെ ഓർമ്മയ്ക്കായി അവരുടെ കുടുംബം ധീരരായ സ്ത്രീകളെയും എയർലൈൻ ജീവനക്കാരെയും ആദരിക്കുന്നതിനായി നീർജ ഭാനോട്ട് പാൻ ആം ട്രസ്റ്റ് സ്ഥാപിച്ചു. Let's recall and recreate. അടുത്തതായി ആക്ടിവിറ്റീസ് ആണ്. ഓരോന്നായി ചെയ്യാം. Activity 1. Here are some news reports on the heroic martyrdom of Nirja Bhanot that appeared in leading dailies. പ്രമുഖ ദിനപത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട നീരജ ഭാനോട്ടിന്റെ വീരരക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ചില വാർത്താ റിപ്പോർട്ടുകൾ ഇതാ. Read each headline carefully. In the light of your reading of the passage, A Shield of Courage, prepare a paragraph on the upness and other notable features of these headlines. ഓരോ തലക്കെട്ടും ശ്രദ്ധാപൂർവം വായിക്കുക. എ ഷീൽഡ് ഓഫ് കറേജ് എന്ന ഭാഗം വായിച്ചതിന്റെ വെളിച്ചത്തിൽ ഈ തലക്കെട്ടുകളുടെ ഔചിത്യത്തെയും മറ്റ് ശ്രദ്ധേയമായ സവിശേഷതകളെയും കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. Upness and notable features of headlines on Nirja Bhanot. നീരജ ഭാനോട്ടിനെക്കുറിച്ചുള്ള തലക്കെട്ടുകളുടെ അഭിരുചിയും ശ്രദ്ധേയമായ സവിശേഷതകളും എന്ന് നമ്മുടെ പാരഗ്രാഫിനൊരു ഹെഡിംഗ് നൽകാം. The headlines like World's Bravest Woman, India is proud of Nirja, Heroine of the Hijack, and Heroine who paid with her life are very fitting for Nirja Bhanot. വേൾഡ്സ് ബ്രേവസ്റ്റ് വുമൻ, ലോകത്തിലെ ഏറ്റവും ധീരയായ സ്ത്രീ, ഇന്ത്യ ഇസ് പ്രൗഡ് ഓഫ് നീർജ, നീരജയെ ഓർത്ത് ഇന്ത്യ അഭിമാനിക്കുന്നു, ഹെറോയിൻ ഓഫ് ദ ഹൈജാക്ക്, ഹൈജാക്കിലെ നായിക, ഹെറോയിൻ ഹു പെയ്ഡ് വിത്ത് ഹെർ ലൈഫ്, ജീവൻ പണയപ്പെടുത്തിയ നായിക തുടങ്ങിയ തലക്കെട്ടുകൾ നീരജ ഭാനോട്ടിന് വളരെ അനുയോജ്യമാണ്. They show her great bravery and sacrifice. These headlines use strong and emotional words. അവ അവളുടെ വലിയ ധൈര്യവും ത്യാഗവും കാണിക്കുന്നു. ഈ തലക്കെട്ടുകൾ ശക്തവും വൈകാരികവുമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. They highlight Nirja's courage and the pride of India. അവർ നീരജയുടെ ധൈര്യവും ഇന്ത്യയുടെ അഭിമാനവും ഉയർത്തിക്കാട്ടുന്നു. Words like bravest, proud, heroine, and paid with her life tell us how important her actions were. ബ്രേവസ്റ്റ്, പ്രൗഡ്, ഹെറോയിൻ, പെയ്ഡ് വിത്ത് ഹെർ ലൈഫ് തുടങ്ങിയ വാക്കുകൾ അവളുടെ പ്രവർത്തനങ്ങൾ എത്ര പ്രധാനമാണെന്ന് നമ്മോട് പറയുന്നു. They honor her memory as a brave and selfless person who saved others. മറ്റുള്ളവരെ രക്ഷിച്ച ധീരയും നിസ്വാർത്ഥയുമായ വ്യക്തിയെന്ന നിലയിൽ അവ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് ആദരമർപ്പിക്കുന്നു. Activity 2. The English club of your school has decided to conduct a meeting to commemorate Nirja Bhanot's heroism.
നീരജ ഭാനോട്ടിന്റെ ധീരതയെ അനുസ്മരിക്കുന്നതിനായി ഒരു മീറ്റിംഗ് നടത്താൻ നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ് തീരുമാനിച്ചു. You have been asked to inform the students about the meeting and also to give them some details of Nirja's brave self-sacrifice. Prepare a notice for the meeting. യോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ അറിയിക്കാനും നീരജയുടെ ധീരമായ ആത്മത്യാഗത്തിന്റെ വിശദാംശങ്ങൾ നൽകാനും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീറ്റിംഗിനായി ഒരു നോട്ടീസ് തയ്യാറാക്കുക. Notice: The English Club Meeting. Subject: Commemorating Nirja Bhanot's heroism. Date: Insert date. Time: Insert time. Venue: Insert venue. ഹെഡിംഗ്, മീറ്റിംഗിന്റെ വിഷയം, ഡേറ്റ്, ടൈം, മീറ്റിംഗ് നടക്കുന്ന സ്ഥലം എന്നിവ എഴുതുക. Dear students, the English Club is organizing a special meeting to honor Nirja Bhanot's incredible heroism and self-sacrifice. നീരജ ഭാനോട്ടിന്റെ അവിശ്വസനീയമായ ധീരതയും ആത്മത്യാഗത്തെയും ആദരിക്കുന്നതിനായി ഇംഗ്ലീഷ് ക്ലബ് ഒരു പ്രത്യേക മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. Nirja was a brave flight attendant who saved many lives during the hijacking of Pan Am Flight 73. പാൻ ആം ഫ്ലൈറ്റ് 73 ഹൈജാക്കിംഗ് നടന്ന സമയത്ത് നിരവധി യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ധീരയായ ഫ്ലൈറ്റ് അറ്റൻഡറായിരുന്നു നീരജ. She showed immense courage by protecting passengers and helping them escape even at the cost of her own life. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി യാത്രക്കാരെ സംരക്ഷിക്കുകയും രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ട് അവർ ധീരത കാണിച്ചു. Join us as we commemorate her extraordinary bravery and learn more about her inspiring story. അവളുടെ അസാധാരണമായ ധീരതയെ അനുസ്മരിക്കാനും അവളുടെ പ്രചോദനാത്മകമായ കഥയെക്കുറിച്ച് കൂടുതലറിയാനും വേണ്ടി ഞങ്ങളോടൊപ്പം ചേരുക. All students are invited to attend. For further details, contact insert contact person, insert contact details. എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കോൺടാക്ട് ചെയ്യേണ്ട വ്യക്തിയുടെ പേരും മറ്റു വിശദാംശങ്ങളും ചേർക്കുക. We look forward to your participation. നിങ്ങളുടെ പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. The English Club. Version 2. Notice: The English Club presents Tribute to Nirja Bhanot, a heroic tale. Date: Insert date. Time: Insert time. Venue: Insert venue. Dear students, we invite you to a special gathering to remember and honor Nirja Bhanot, a true hero. നീർജ ഭാനോട്ട് എന്ന യഥാർത്ഥ ഹീറോയെ അനുസ്മരിക്കുന്നതിനും ആദരിക്കുന്നതിനുമായുള്ള മീറ്റിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. Nirja, a brave flight attendant, saved countless lives during the hijacking of Pan Am Flight 73. പാൻ ആം ഫ്ലൈറ്റ് 73 റാഞ്ചപ്പെടുന്നതിനിടെ ധീരയായ ഫ്ലൈറ്റ് അറ്റൻഡായ നീരജ എണ്ണമറ്റ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചു. Her courage and quick thinking helped many passengers escape, even though it cost her life. സ്വന്തം ജീവൻ നഷ്ടമായെങ്കിലും അവളുടെ ധൈര്യവും പെട്ടെന്നുള്ള ചിന്തയും നിരവധി യാത്രക്കാരെ രക്ഷപ്പെടാൻ സഹായിച്ചു. Join us to learn more about her inspiring story and reflect on the values of bravery and selflessness. അവളുടെ പ്രചോദനാത്മകമായ കഥയെക്കുറിച്ച് കൂടുതലറിയാനും ധൈര്യത്തിന്റെയും നിസ്വാർത്ഥതയുടെയും മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഞങ്ങളോടൊപ്പം ചേരുക. All students are welcome to attend and pay tribute. എല്ലാ വിദ്യാർത്ഥികളെയും മീറ്റിംഗിൽ പങ്കെടുക്കാനും ആദരാഞ്ജലി അർപ്പിക്കാനും സ്വാഗതം ചെയ്യുന്നു. For more details, contact insert contact person, insert contact details. See you there. The English Club. Activity 3. Imagine that at the commemoration meeting, a survivor of the hijacking recounts her trauma and relief in a speech praising Nirja's courage and sacrifice. Prepare the likely speech. അനുസ്മരണ യോഗത്തിൽ ഹൈജാക്കിംഗിനെ അതിജീവിച്ച ഒരാൾ നീരജയുടെ ധൈര്യത്തെയും ത്യാഗത്തെയും പ്രശംസിച്ചുകൊണ്ടുള്ള തന്റെ പ്രസംഗത്തിൽ താന് അനുഭവിച്ച ആഘാതവും ആശ്വാസവും വിവരിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. അത്തരമൊരു പ്രസംഗം തയ്യാറാക്കുക. സ്പീച്ചിന്റെ ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 7 ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നായി വായിക്കാം. Speech for commemoration meeting. Salutation.
respected teachers, dignitaries on stage, and dear friends. Introduction. Today, we are here to honor Nirja Bhanot. She was a brave flight attendant who saved many lives. നീർജ ഭാനോട്ടിനെ ആദരിക്കാൻ വേണ്ടിയാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നിരവധി പേരുടെ ജീവൻ രക്ഷിച്ച അവൾ ഒരു ധീരയായ ഫ്ലൈറ്റ് അറ്റൻഡായിരുന്നു. About Nirja's life, dream, achievements. Nirja was born in Chandigarh, India, in 1963. She grew up in a loving family. She started her career as a model and later became a flight attendant with Pan Am. 1963 ഇന്ത്യയിലെ ചണ്ഡീഗഡിലാണ് നീർജ ജനിച്ചത്. അവൾ സ്നേഹവും പിന്തുണയും ലഭിച്ച ഒരു കുടുംബത്തിലാണ് വളർന്നത്. മോഡലായി കരിയർ ആരംഭിച്ച അവൾ പിന്നീട് പാൻ ആം ഫ്ലൈറ്റിൽ അറ്റൻഡായി. How Nirja conducted herself while on duty. On 5th September 1986, Nirja was on duty when Pan Am Flight 73 was hijacked. She hid the passports of American passengers so the hijackers couldn't find them. She helped passengers escape through emergency exits, even though she could have been the first to leave. 1986 സെപ്റ്റംബർ 5 പാൻ ആം ഫ്ലൈറ്റ് 73 ഹൈജാക്ക് ചെയ്യപ്പെട്ടപ്പോൾ നീർജ ഡ്യൂട്ടിയിലായിരുന്നു. അമേരിക്കൻ യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ ഹൈജാക്കർമാർക്ക് കണ്ടെത്താനാകാതെ അവൾ ഒളിപ്പിച്ചു. അവൾക്ക് ആദ്യം പുറത്തിറങ്ങി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നിട്ടും എമർജൻസി എക്സിറ്റുകളിലൂടെ രക്ഷപ്പെടാൻ അവൾ യാത്രക്കാരെ സഹായിച്ചു. Quality traits. Nirja was determined and brave. She showed a strong spirit of self-sacrifice by protecting passengers and children. നീർജ നിശ്ചയദാർഢ്യവും ധൈര്യവുമുള്ളവളായിരുന്നു. യാത്രക്കാരെയും കുട്ടികളെയും സംരക്ഷിച്ചുകൊണ്ട് അവൾ ആത്മത്യാഗത്തിന്റെ മനോഭാവം കാണിച്ചു. Recognition. Tributes. Nirja was awarded the Ashoka Chakra, India's highest peacetime bravery award. She also received honors from the United States and Pakistan. Her family set up the Nirja Bhanot Pan Am Trust to honor brave women and airline crew. ഇന്ത്യയുടെ സമാധാനകാലത്തെ ധീരതയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ അശോക് ചക്ര നീർജയ്ക്ക് ലഭിച്ചു. അമേരിക്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അവർക്ക് ബഹുമതികൾ ലഭിച്ചു. ധീരരായ സ്ത്രീകളെയും എയർലൈൻ ജീവനക്കാരെയും ആദരിക്കുന്നതിനായി അവളുടെ കുടുംബം നീർജ ഭാനോട്ട് പാൻ ആം ട്രസ്റ്റ് സ്ഥാപിച്ചു. Message to humanity. Nirja's story teaches us to be brave and selfless. Her actions inspire us to help others, no matter the cost. ധീരരും നിസ്വാർത്ഥരും ആയിരിക്കാനാണ് നീർജയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. എന്ത് വില കൊടുത്തും മറ്റുള്ളവരെ സഹായിക്കാൻ അവളുടെ പ്രവർത്തനങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു. Conclusion. Let us remember Nirja Bhanot's bravery and self-sacrifice. May her story inspire us to be courageous and selfless in our own lives. Thank you. നീർജ ഭാനോട്ടിന്റെ ധൈര്യവും ആത്മത്യാഗവും നമുക്ക് ഓർക്കാം. അവളുടെ കഥ ജീവിതത്തിൽ ധീരരും നിസ്വാർത്ഥരുമായിരിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. Activity 4. Prepare a profile of Nirja Bhanot from the details given below. ചുവടെ നൽകിയിരിക്കുന്ന വിശദാംശങ്ങളിൽ നിന്ന് നീരജ ഭാനോട്ടിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. ആദ്യം പ്രൊഫൈലിന് ഹെഡിംഗ് നൽകുക. Profile of Nirja Bhanot. Nirja Bhanot was born on 7 September 1963 in Chandigarh, India. 1963 സെപ്റ്റംബർ 7 ചണ്ഡീഗഡിലാണ് നീരജ ഭാനോട്ട് ജനിച്ചത്. She was an Indian national and pursued her higher education at St. Xavier's College in Mumbai. Nirja worked as a flight attendant for Pan American World Airways. മുംബൈയിലെ സെയിന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി. പാൻ അമേരിക്കൻ വേൾഡ് എയർവേസിൽ ഫ്ലൈറ്റ് അറ്റൻഡായിരുന്നു നീരജ. She is best known for her heroic actions during the hijacking of Pan Am Flight 73. On 5th September 1986, while on duty, Nirja saved many passengers' lives by hiding American passports and helping people escape the hijacked plane. പാൻ ആം ഫ്ലൈറ്റ് 73 ഹൈജാക്ക് ചെയ്ത സമയത്ത് നടത്തിയ വീരകൃത്യങ്ങളുടെ പേരിലാണ് അവർ കൂടുതൽ അറിയപ്പെടുന്നത്.
1986 സെപ്റ്റംബർ 5 ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അമേരിക്കൻ യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ ഒളിപ്പിച്ചുവച്ചും ഹൈജാക്ക് ചെയ്ത വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകളെ സഹായിച്ചുകൊണ്ടും നീർജ നിരവധി യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചു. Tragically, she lost her life at the young age of 22 at Karachi Airport, Pakistan. ആ സംഭവത്തിൽ 22 വയസ്സിൽ പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ വച്ച് അവർ മരണമടഞ്ഞു. Her bravery earned her several prestigious awards posthumously. നീർജയുടെ ധീരത മരണാനന്തര ബഹുമതിയായി അവർക്ക് നിരവധി അഭിമാനകരമായ അവാർഡുകൾ നേടിക്കൊടുത്തു. She was awarded the Ashoka Chakra in 1987 by India, the Tanghai Pakistan in 1987 by Pakistan, and the Flight Safety Foundation Heroism Award in 1987 by the United States. 1987 ഇന്ത്യ അശോക ചക്ര, 1987 പാകിസ്ഥാൻ തംഘി പാകിസ്ഥാൻ, 1987 അമേരിക്ക ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ഹീറോയിസം അവാർഡ് എന്നിവ നൽകി അവരെ ആദരിച്ചു. Activity 5. Nirja Bhanot, the senior flight purser, played a crucial role in ensuring the safety of as many passengers as she could. കഴിയുന്നത്ര യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സീനിയർ ഫ്ലൈറ്റ് പേഴ്സർ നീരജ ഭാനോട്ട് നിർണായക പങ്കുവഹിച്ചു. Her qualities of leadership and quick thinking were instrumental in guiding the passengers to escape through emergency exits, taking advantage of the chaos and confusion. വിമാനം ഹൈജാക്ക് ചെയ്യുന്നതിനെയുണ്ടായ പ്രശ്നങ്ങളും ആശയക്കുഴപ്പവും മുതലെടുത്ത് എമർജൻസി എക്സിറ്റുകളിലൂടെ രക്ഷപ്പെടാൻ യാത്രക്കാരെ നയിക്കുന്നതിൽ അവരുടെ നേതൃത്വശേഷിയും വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവും പ്രധാന പങ്കുവഹിച്ചു. Here are a few steps to be taken by a flight attendant in case of emergency. Read the advisory carefully and complete the task. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് സ്വീകരിക്കേണ്ട ചില നടപടികളിതാ. അവ ശ്രദ്ധാപൂർവം വായിക്കുകയും ടാസ്ക് പൂർത്തിയാക്കുകയും ചെയ്യുക. 1. Instruct the passengers to remain alert and calm. Ladies and gentlemen, please stay alert and remain calm. ജാഗ്രതയോടെയും ശാന്തതയോടെയും തുടരാൻ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകുക. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദയവായി ജാഗ്രത പാലിക്കുക, ശാന്തരായിരിക്കുക എന്ന് അനൗൺസ് ചെയ്യാം. 2. Instruct them to take the brace position to protect head, neck and limbs from possible impact. Bend your head, place your hands over your head, press your head against the seat in front of you. തല, കഴുത്ത്, കൈകാലുകൾ എന്നിവയെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ബ്രേസ് പൊസിഷൻ എടുക്കാൻ അവരോട് നിർദ്ദേശിക്കുക. അതിങ്ങനെയാവാം: നിങ്ങളുടെ തല കുനിക്കുക, നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വയ്ക്കുക, നിങ്ങളുടെ മുന്നിലുള്ള സീറ്റിൽ തല അമർത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകുക. 3. Direct the passengers to the nearest exit. Follow the markings on the floor and reach the emergency exit. യാത്രക്കാരെ അടുത്തുള്ള എക്സിറ്റിലേക്ക് നയിക്കുക. ഫ്ലോറിലെ അടയാളങ്ങൾ പിന്തുടർന്ന് എമർജൻസി എക്സിറ്റിൽ എത്തുക. 4. Give them the instructions to exit. Jump down the exit and slide through the evacuation chute. പുറത്തു പോകാനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുക. പുറത്തേക്ക് ചാടുക, എമർജൻസി എക്സിറ്റിലൂടെ ചാടുക. B. The safety of the passengers on an aeroplane is of paramount importance. Similarly, road safety is crucial in preventing accidents and saving lives on the road. വിമാനത്തിലെ യാത്രക്കാരുടെ സുരക്ഷ പരമപ്രധാനമാണ്. അതുപോലെ അപകടങ്ങൾ തടയുന്നതിലും റോഡിലെ ജീവൻ രക്ഷിക്കുന്നതിലും റോഡ് സുരക്ഷ നിർണായകമാണ്. Here are a few situations. Read them carefully and answer the questions. ചില സാഹചര്യങ്ങൾ ഇവിടെ നൽകുന്നു. അവ ശ്രദ്ധാപൂർവം വായിക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുക. A. John, who was brought up in the US, settles down in Kerala. He drives his car on the right-hand side of the road. Can this be justified? Why? അമേരിക്കയിൽ വളർന്ന ജോൺ കേരളത്തിലാണ് സ്ഥിരതാമസമാക്കിയത്. റോഡിന്റെ വലതുവശത്താണ് അദ്ദേഹം കാർ ഓടിക്കുന്നത്. ഇത് ന്യായീകരിക്കാനാകുമോ? എന്തുകൊണ്ട്? No, it cannot be justified.
In India, vehicles drive on the left-hand side. Driving on the right side is dangerous and illegal. ഇല്ല, അത് ന്യായീകരിക്കാനാവില്ല. ഇന്ത്യയിൽ വാഹനങ്ങൾ റോഡിന്റെ ഇടതുവശത്താണ് ഓടിക്കുന്നത്. വലതുവശത്ത് വാഹനം ഓടിക്കുന്നത് അപകടകരവും നിയമവിരുദ്ധവുമാണ്. B. While driving back from a party, Rahul is intercepted by the police and directed to use the breathalyzer. They charge him with an offense. What could be the charge against him? Discuss. ഒരു പാർട്ടിയിൽ നിന്ന് മടങ്ങുമ്പോൾ രാഹുലിനെ പോലീസ് തടയുകയും ബ്രീത്തലൈസർ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അവർ അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തുന്നു. അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റം എന്തായിരിക്കും? ചർച്ച ചെയ്യുക. Rahul could be charged with driving under the influence of alcohol. Drinking and driving is against the law and very dangerous. രാഹുലിനെതിരെ മദ്യപിച്ച് വാഹനമോടിച്ചതിന് കുറ്റം ചുമത്തിയേക്കും. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് നിയമവിരുദ്ധവും അപകടകരവുമാണ്. C. On her way to the airport to drop off her sister, who is running late, Mary receives a message on her mobile phone notifying her that she has been fined 1,500 rupees. What could be the reason for the fine? Discuss. വൈകിയ സഹോദരിയെ ഇറക്കാൻ വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ മേരിയുടെ മൊബൈൽ ഫോണിൽ 1,500 രൂപ പിഴ ചുമത്തിയതായി ഒരു സന്ദേശം ലഭിക്കുന്നു. പിഴ ചുമത്താനുള്ള കാരണം എന്തായിരിക്കാം? ചർച്ച ചെയ്യുക. Mary could be fined for speeding. She might have been driving too fast to reach the airport quickly. അമിത വേഗത്തിൽ വാഹനമോടിച്ചതിനാവാം മേരിക്ക് പിഴ ചുമത്തിയത്. എയർപോർട്ടിൽ വേഗത്തിൽ എത്താൻ വേണ്ടി കഴിയുന്നത്ര വേഗത്തിൽ അവൾ വാഹനമോടിച്ചിരിക്കാം. D. Asif really enjoys riding motorbikes but tends to ride very fast. Unfortunately, he meets with an accident and his head is badly injured. He has to stay in the hospital for 3 months. What precautions should he have taken to avoid or mitigate such an injury? Discuss. ആസിഫ് മോട്ടോർ ബൈക്ക് ഓടിക്കുന്നത് ശരിക്കും ആസ്വദിക്കുന്നു, പക്ഷേ വളരെ വേഗത്തിൽ ഓടിക്കുന്ന സ്വഭാവമാണവൻ. നിർഭാഗ്യവശാൽ അയാൾക്ക് ഒരു അപകടമുണ്ടായി. അവന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. 3 മാസം ആശുപത്രിയിൽ കഴിയണം. അത്തരമൊരു പരിക്ക് ഒഴിവാക്കാനോ ലഘൂകരിക്കാനോ അവൻ എന്തു മുൻകരുതൽ എടുക്കണം? ചർച്ച ചെയ്യുക. Asif should have worn a helmet. A helmet protects the head and can reduce injuries. ആസിഫ് ഹെൽമറ്റ് ധരിക്കണമായിരുന്നു. ഹെൽമറ്റ് തലയെ സംരക്ഷിക്കുകയും പരിക്കുകൾ കുറയ്ക്കുകയും ചെയ്യും. E. Aswati is on her way to the office in her car. When she notices a fire service vehicle behind her, she decides to speed up. Does she make the right choice? Why? അശ്വതി കാറിൽ ഓഫീസിലേക്ക് പോവുകയാണ്. അവളുടെ പുറകിൽ ഒരു ഫയർ സർവീസ് വാഹനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവൾ വേഗത കൂട്ടാൻ തീരുമാനിക്കുന്നു. അവളുടെ തീരുമാനം ശരിയാണോ? എന്തുകൊണ്ട്? No, Aswati did not make the right choice. She should have slowed down and let the fire service vehicle pass. ഇല്ല, അശ്വതിയുടെ തിരഞ്ഞെടുപ്പ് ശരിയായതല്ല. അവൾ വേഗം കുറച്ച് ഫയർ സർവീസ് വാഹനം കടത്തിവിടണം. F. Haritha, who is only 16, drives her father's car. On the way, the motor vehicle inspector intercepts the car and asks for her driving license. When she fails to produce it, she is fined 25,000 rupees. The vehicle's registration is cancelled for a year, and her father is told that he may be sentenced to jail. What could be the reason for the punishment? Discuss. 16 വയസ്സുള്ള ഹരിതയാണ് അച്ഛന്റെ കാർ ഓടിക്കുന്നത്. പോകുന്ന വഴിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കാർ തടഞ്ഞു നിർത്തി അവളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കുന്നു. അത് ഹാജരാക്കാന് കഴിയാത്തതുകൊണ്ട് അവൾക്ക് 25,000 രൂപ പിഴ ചുമത്തുന്നു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 1 വർഷത്തേക്ക് റദ്ദാക്കുകയും അവളുടെ പിതാവ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായിരിക്കാം ഈ ശിക്ഷയുടെ കാരണം? ചർച്ച ചെയ്യുക. Haritha is too young to drive. She does not have a driving license. It is illegal for anyone under 18 to drive a car in India.
ഹരിതയ്ക്ക് വാഹനമോടിക്കാൻ മാത്രം പ്രായമില്ല, അവൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ളവർ കാറോടിക്കുന്നത് നിയമവിരുദ്ധമാണ്. G. On the way to a shopping mall, Amina receives a call from her friend. She attends the call and continues to chat while riding her scooty. Later, her friends come to know that she has been admitted to hospital, grievously injured and immobilized. What could be the reason for the accident? Discuss. ഒരു ഷോപ്പിംഗ് മാളിലേക്കുള്ള വഴിയിൽ അമീനയ്ക്ക് അവളുടെ സുഹൃത്തിൽ നിന്ന് ഒരു കോൾ വരുന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്യുകയും സ്കൂട്ടി ഓടിച്ചുകൊണ്ട് ചാറ്റ് തുടരുകയും ചെയ്യുന്നു. പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ് നിശ്ചലയായ അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് അവളുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നു. എന്തായിരിക്കാം അപകട കാരണം? ചർച്ച ചെയ്യുക. The reason could be that Amina was distracted by her phone. Using a mobile phone while driving or riding can lead to accidents. ഫോൺ ചെയ്യുന്നതിനിടെ അവളുടെ ശ്രദ്ധ തെറ്റിയതാവാം കാരണം. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകും. 2. Write down the instructions or rules associated with the above situations. One has been done for you. A. Always keep to the left while driving in India. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എഴുതുക. ഒരെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത്, വാഹനം ഓടിക്കുമ്പോൾ ഇന്ത്യയിൽ എല്ലായ്പ്പോഴും റോഡിന്റെ ഇടതുവശത്തു കൂടെ പോകണം. B. Do not drink and drive. മദ്യപിച്ച് വാഹനമോടിക്കരുത്. C. Do not exceed speed limits. വേഗപരിധി ലംഘിക്കരുത്. D. Always wear a helmet while riding a motorbike. മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഹെൽമെറ്റ് ധരിക്കുക. E. Give way to emergency vehicles. എമർജൻസി വാഹനങ്ങൾക്ക് വഴിമാറിക്കൊടുക്കുക. F. Do not drive if you are underage and without a valid license. പ്രായപൂർത്തിയാകാത്തവരും സാധുവായ ലൈസൻസ് ഇല്ലാത്തവരും വാഹനമോടിക്കരുത്. G. Do not use a mobile phone while driving or riding. വാഹനമോടിക്കുമ്പോഴും സ്കൂട്ടറിൽ റൈഡ് ചെയ്യുമ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. C. Examine these road signs carefully and try to interpret their meaning. You may check your answers online. ഈ റോഡ് അടയാളങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും അവയുടെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ ഓൺലൈനിൽ പരിശോധിക്കാം. Road sign 1 Parking. 2 No parking. 3 No automobiles. 4 Petrol pump. 5 No entry. 6 No trucks. 7 No horn. 8 Overtaking prohibited. 9 Zebra crossing. 10 School ahead. 11 Railway crossing, guarded. 12 Cycle zone. D. Use the information given above to prepare the script of a street play on the topic, obeying traffic rules, and enacted during Road Safety Week. Your teacher will help you. ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു തെരുവ് നാടകത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ മുകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിക്കുക. റോഡ് സുരക്ഷാ വാരത്തിൽ ഇത് അവതരിപ്പിക്കുക. നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ സഹായിക്കും. Obey traffic rules. Scene: a bustling street with a mix of pedestrians, bikes, and cars. The narrator steps forward. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. രംഗം: കാൽനടയാത്രക്കാരും ബൈക്കുകളും കാറുകളും ഇടകലർന്ന തിരക്കേറിയ തെരുവ്. നരേറ്റർ മുന്നോട്ട് വരുന്നു. Narrator, with energy: Welcome, everyone. Today, let's talk about something that saves lives: traffic rules. But what happens when people ignore them? Let's find out. നരേറ്റർ ആവേശത്തോടെ: എല്ലാവർക്കും സ്വാഗതം. ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് ട്രാഫിക് നിയമങ്ങൾ. എന്നാൽ ജനങ്ങൾ അവയെ അവഗണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കാണാം. Scene 1: John drives on the wrong side. He is driving on the right-hand side. A bike almost crashes. രംഗം 1: ജോൺ തെറ്റായ വശത്ത് വാഹനം ഓടിക്കുന്നു.
അവന് വലതുവശത്താണ് വാഹനം ഓടിക്കുന്നത്. ഒരു ബൈക്കിനെ ഏതാണ്ട് ഇടിച്ചുവെന്നായി. Pedestrian, shouting, "Hey! Are you trying to cause an accident? Drive on the left, it's India." കാൽനടയാത്രികന് ആക്രോശിച്ചുകൊണ്ട്, ഹേയ്! നിങ്ങൾ അപകടമുണ്ടാക്കാൻ നോക്കുകയാണോ? ഇടതുവശത്ത് ഡ്രൈവ് ചെയ്യുകയിത് ഇന്ത്യയാണ്. John, apologetically, "Oh no. My bad. I'll stick to the left now." അയ്യോ! എന്റെ തെറ്റ്. ഞാൻ ഇപ്പോൾ ഇടതുവശത്തേക്ക് മാറാം. Narrator, simple rule, keep left and stay safe. ലളിതമായ ഈ നിയമം പാലിച്ചുകൂടെ? ഇടതുവശത്തു കൂടെ ഡ്രൈവ് ചെയ്യുക, സുരക്ഷിതരായിരിക്കുക. Scene 2, Rahul drinks and drives, he drives recklessly. A police officer stops him. രംഗം 2, രാഹുൽ മദ്യപിച്ച് വാഹനമോടിക്കുന്നു, അവന് അശ്രദ്ധമായി വാഹനമോടിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവനെ തടയുന്നു. Police officer, sternly, "Have you been drinking?" പോലീസ് ഓഫീസർ കർക്കശമായി, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? Rahul, nervous, "Yes, but I'm fine." രാഹുൽ പേടിയോടെ, ഓ അതെ, പക്ഷേ ഞാൻ ഓക്കെയാണ്. Police officer, drunk driving is deadly. You're not just risking your life but everyone else's too. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് അപകടകരമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവൻ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കുന്നു. Narrator, don't drink and drive, it's not worth it. മദ്യപിച്ച് വാഹനമോടിക്കരുത്, അത് വളരെ മോശമാണ്. Scene 3, Amina uses her phone while riding, she rides her scooty, talking on the phone. She suddenly skids and falls. രംഗം 3, റൈഡിംഗിനിടെ അമീന അവളുടെ ഫോൺ ഉപയോഗിക്കുന്നു, ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവൾ സ്കൂട്ടി ഓടിക്കുന്നു. അവൾ പെട്ടെന്ന് തെന്നി വീഴുന്നു. Bystander, helping her up, "Why were you on your phone? The road needs your full attention." നിങ്ങൾ എന്തിനാണ് ഫോണിൽ ഉപയോഗിച്ചത്? നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ റോഡിലുണ്ടാവേണ്ടല്ലേ? Amina, regretfully, "You're right. I should have focused." ഖേദത്തോടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. Narrator, one call can wait. Focus on the road. കോൾ നമുക്ക് പിന്നീടുമാവാം. റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Scene 4, Asif rides without a helmet, he speeds on his bike without a helmet. He crashes and injures his head. രംഗം 4, ആസിഫ് ഹെൽമെറ്റില്ലാതെ യാത്ര ചെയ്യുന്നു, ഹെൽമെറ്റില്ലാതെ അവൻ ബൈക്ക് ഓടിക്കുന്നു. വണ്ടിയിടിച്ച് അവൻ തലയ്ക്ക് പരിക്കേറ്റു. Friend, why weren't you wearing a helmet? എന്തുകൊണ്ടാണ് നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കാത്തത്? Asif, weakly, I thought it wasn't necessary. I was wrong. അതത്ര ആവശ്യമില്ലെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റി. Narrator, helmets save lives. Wear one every time. ഹെൽമറ്റ് ജീവൻ രക്ഷിക്കുന്നു. ഓരോ യാത്രയിലും ഹെൽമറ്റ് ധരിക്കുക. Final scene, the message, all characters gather with placards, keep left, don't drink and drive, wear a helmet, stay focused. അവസാന രംഗം, സന്ദേശം, എല്ലാ കഥാപാത്രങ്ങളും പ്ലക്കാർഡുകളുമായി ഒത്തുകൂടുന്നു, ഇടതുവശത്തുകൂടെ വാഹനമോടിക്കുക, മദ്യപിച്ച് വാഹനമോടിക്കരുത്, ഹെൽമെറ്റ് ധരിക്കുക, റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് പ്ലക്കാർഡുകൾ. All characters together follow traffic rules and drive towards safety. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാം, സുരക്ഷിതത്വത്തിലേക്ക് ഓടിക്കാം. Narrator, let's make every journey a safe one. Thank you. Everyone waves as the audience cheers. ഓരോ യാത്രയും സുരക്ഷിതമാക്കാം. നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.